So you have been become famous at the age of 23. So have you ever felt that your family and the neighborhood has jealous towards you? നാട്ടുകാർക്കും വീട്ടുകാർക്കും കുശുമുണ്ടാവുന്ന ചോദിച്ചു. അതൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം നെയ്മേഴ്സ് ആർ വെരി വെരി very very nervous and very very talkative people. They are very undifficult രീതിയിൽ there will be seeing me, and sometimes after the first beginning of the Christopher Turamugam review they were surprised and seeing reviews. After that they were welcoming you at that time. Welcome, clapping that side neighbors. But this kind of so many videos are there coming. I will get in front of ഞാൻ കാറിൽ വരുന്നു, ഇറങ്ങുന്നു, ആൾക്കാർ കവർ ചെയ്യുന്നു, ഞാൻ സിനിമ നടന്മാരോട് എപ്പോഴും കാണുന്നു. അപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ നടന്മാര് മനുഷ്യന്മാരാണ്. അല്ലാതെ അവർക്ക് ഒരു 50-100 സിനിമ 300 സിനിമ ചെയ്തൊരു പ്രശസ്തി ഉണ്ടെന്ന് പറഞ്ഞു അവരുടെ കൂടെ കണ്ടെന്നും പറഞ്ഞു ഈ ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ കാണാൻ പോയി നോട്ടം അത് എനിക്കെപ്പോഴും വലിയ പിടിക്കുന്നില്ല. ചില സമയത്ത് ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്, ചില സമയത്ത് മാങ്കുട്ടിയും പൂക്കുട്ടിയൊക്കെ പ്രായമുള്ളവരെ ഞാൻ വിളിക്കാറുണ്ട്. കാരണം എനിക്ക് ഈ ഒരു എന്താ പറയാ ഫ്രസ്ട്രേഷനും ദേഷ്യവും വരുപ്പെട്ടത് വയലന്റുള്ള സ്വഭാവമുണ്ട്. കാരണം പ്രായത്തിന് ഞാൻ ബഹുമാനിക്കാറില്ല ചില സമയത്ത്. കാരണം നമ്മളെ മെക്കിട്ട് കയറി ഷൂസ് ഇട്ട് ചവിട്ടിയാൽ പോലും എന്താടാന്ന് വിളിക്കും, മനസ്സിലായി? അത് നമ്മുടെ മെക്കിട്ട് നമ്മുടെ മേത്ത് ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ അത് ശരിയാ. ഇന്നലെ തന്നെ ഒരു മാരേജിന് പോയപ്പോ നമ്മളെ തല്ലാമ്പൂരാണ് വന്നത്. അപ്പൊ തല്ലാമ്പൂരി വന്നപ്പോ നമ്മളെ വിളിച്ച ആൾക്കാർ അവരെ കൈയ്യേറ്റം ചെയ്തു. I am not a violent person. People always being a violent person. Sometimes after the Abhilash will become with me, I will be sometime violent. Abhilash Rattam is a difficult person. He is a poor man and I am a rich type of lifestyle I will do. So how rich are you? Huh? How rich are you? My I am not rich. My father is rich. Oh. I will tell me in Malayalam. So what's your total assets? എന്റെ പാരമ്പര്യമായിട്ടുള്ള സ്വത്ത് 3 വിറ്റ് കഴിഞ്ഞാൽ തന്നെ എനിക്ക് 1.5 കോടി രൂപയോളം ഏൺ ചെയ്യാം. എനിക്ക് എന്താ പറയാ അപ്പന്റെയൊക്കെ അമ്മയുടെയൊക്കെ ഒരു മാനസേഷന് മുന്നേ മനസ്സിലായോ, മുന്നേ എനിക്ക് അത്യാവശ്യം ഒരു 80 lakhs-ഓളം എനിക്ക് കിട്ടാം. എന്താ പറയാ ഒരു വിഹിതം വീട് ഭാഗം പോകില്ല അപ്പൊ കിട്ടുന്ന തുകയാണ്. കാരണം ഞാൻ ലോറൻസ് ജസിൽപ്പരയുടെയും അനീറ്റയുടെയും മകനാണെങ്കിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ വാങ്ങിക്കും. കേസ് ഐ വിൽ കോർട്ട് കേസ് ഐ വിൽ ഗെറ്റ് മണി. Because I am living with their family in 23 years. It's well. They will definitely give you. Oh, don't. No. Because he and she were money to a poor Adirimandaram and old age home or ചെറിയ കിട്ട് താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ. That's not good to me. Because of I will get the money for 23 years of lifestyle. I get the money for. You have to earn by yourself, no? No, all the parents are giving money and pleasure to children, and when I have a citizen rights and all my certificates are certificates. 10th class plus 2 lakh degree ka certificate le sorry അപ്പോ 10th class ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ എന്റെ അപ്പന്റെ അമ്മയുടെ പേരുണ്ട്. വേണമെങ്കിൽ അവരുടെ പേര് വിട്ടോണ്ട് വരും, മനസ്സിലായോ? Cross the mark with the father and mother. That doesn't make what you. They have looked after you. They are my father and mother after some years. Not only this time, not give me, but after 5 years or 10 years, I will case file to. He will be leave, no problem. After she or she died, I will
complaint with my court pen and I will get the money. Why are you talking about your father and mother in such a way? Like, we have to protect them now. Why are you talking with them in public? കാരണം വെച്ചാൽ മലയാളത്തിൽ പറയാം, I will say in മലയാളം. കാരണം അച്ഛനമ്മയുടെയൊക്കെ സ്നേഹമുണ്ട് എന്നും പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും ഒരു 30 വയസ്സിനുള്ളിൽ അല്ലെങ്കിൽ 40 വയസ്സിനുള്ളിൽ കിട്ടുന്ന ഒരു അല്ലെങ്കിൽ ഒരു മെച്ചുവറായി കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ചിലർക്ക് 18 വയസ്സ് തന്നെ മുദ്രപത്രത്തിൽ എഴുതി വെക്കും ഇത്ര സ്വത്തിനകത്ത്. മനസ്സിലായോ? സ്വത്തിന്റെ പേര് അതിർത്തിത്തൊക്കെ തർക്കം വരെ ഉണ്ട് ലോകത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലുണ്ടാക്കണമെങ്കിൽ ഇപ്പൊ എന്റെ സിസ്റ്റർ ആൻമരി ഉണ്ട്, ഞാൻ ജോസ് പെരേര ഉണ്ട്. അപ്പൊ രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു സ്വത്തല്ലല്ലോ. ഇടക്കൂച്ചിൽ 9 സെന്റ്, തൈക്കാശ്ശേരിയിൽ 10 സെന്റ്, അങ്കിയിൽ 10 സെന്റ്, അങ്ങനെ എത്ര സെന്റ്? 29 സെന്റ് ഉണ്ട്. അതിൽ നമുക്കൊരു ഷെയർ ഇട്ടുണ്ട്. മനസ്സിലായോ? നമുക്കങ്ങനെ ഇവരെ കൂടെ നമ്മള് ഓരോ പ്രതിസന്ധിയിലും ഓരോരോ വിവാദങ്ങളും നമ്മളെ ക്യാമറയ്ക്ക് മുന്നിലുള്ള വിവാദങ്ങൾക്ക് പുണ്യ വിവാദങ്ങളുണ്ട്, ആരോടും പറയാത്ത വിവാദങ്ങളുണ്ട്. അപ്പൊ അതിലൊക്കെ സാക്രിഫൈസ് ചെയ്ത് നിന്നു. കാരണം ഞാൻ മരിക്കുമെന്ന് പോലൊരു സിറ്റുവേഷനിൽ ഞാൻ വന്നിട്ടുണ്ട്. കാരണം ഞാൻ പണ്ട് LKG സമയത്തെ ഈ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിപ്പോയി. അപ്പൊ അമ്മ എന്നെ പൊക്കിയെടുത്തു. മനസ്സിലായോ? അപ്പൊ പൊക്കിയെടുത്തേക്ക് വിൽക്കാൻ പറ്റില്ല. പക്ഷെ അറിയാൻ പറയുക ഓരോ പ്രതിസന്ധിയിലൂടെ തരണം ചെയ്തു. കാരണം അമ്മയ്ക്കും അപ്പൊ 2013 എന്തോ ഇഷ്യൂസ് ഒക്കെ ഉള്ള സമയത്ത് ഈഗോ ക്ലാസ്സിലൊക്കെ അങ്ങോട്ട് ഇടിയുണ്ട സമയത്ത് അമ്മ മേടിച്ചു. കാരണം ഈ ഇതുണ്ടല്ലോ, ടീപ്പോ തല്ലിപ്പൊടിക്കണം ജില്ലയൊക്കെ തരച്ചു പോയി. അപ്പൊ ചാടി മാറി. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിന്നൊക്കെ ഒരു തളം ചെയ്ത് ഇത്രയും വർഷം ജീവിച്ചിരുന്നെങ്കിൽ ഇനിയുള്ള ലൈഫിൽ നമുക്ക് ഒരു കല്യാണം കഴിച്ചുള്ള ലൈഫ് സ്റ്റൈലിൽ ഇവരെന്തായാലും തരും. കാരണം തന്നേ പറ്റൂ. കാരണം നിയമമുണ്ട്. കാരണം നമ്മളെ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരാളുടെ കൂടെ താമസിച്ചെങ്കിൽ നമുക്ക് അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു ഞാൻ പറഞ്ഞില്ല. മനസ്സിലായോ? അവർക്ക് അവിടെ താമസിക്കാം. നമുക്കുള്ള നമ്മളായിട്ടുള്ള വിഹിതം ഏതെങ്കിലും ഒരു സ്ഥലം വിറ്റോ അല്ലെങ്കിൽ സ്ഥലം ഏരിയ നമുക്ക് തന്നാൽ മതി. മനസ്സിലായോ? തരണം എന്നുള്ള നിയമമുണ്ട്. കാരണം അനിയത്തി പറയണ്ട എനിക്ക് ഇത്ര വേണം, എനിക്ക് പറയണ്ട ഇപ്പോഴും. മനസ്സിലായോ? അനിയത്തിക്ക് 20 ദിവസമുള്ള. അപ്പൊ അനിയത്തിക്ക് അതിലെ പോകുന്നതാണ്. നിനക്ക് ഒരു കേസ് കൊടുക്കുന്നു, എനിക്ക് ആ സ്ഥലം നിനക്ക് ഈ സ്ഥലം പോരാന്നൊക്കെ ചോദിക്കുന്നത്. അല്ല, നമുക്ക് എല്ലാത്തിന്നും ഒരു 5 അല്ലെങ്കിൽ 3 സെന്റ് വീതം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിയാണ്. മൊത്തം വേണ്ടല്ലോ. കാരണം ഇത്രയും സെന്റ് തന്നെ പണയം വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു 50 ലക്ഷം രൂപ ബാങ്കിലാവും. അത് മതിയല്ലോ. I will decide my dream to this types of things.